ദൈവതിരുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, അവൻ്റെ പാദപീഠത്തിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൂദയുടെ ലേഖന പഠന പരമ്പരയാണ് ഞാനിവിടെ ക്ലാസ് എടുക്കുന്ന സമയങ്ങളിൽ നടത്തി വരുന്നത്. ഏതാണ്ട് 14 ക്ലാസ്സുകൾ യൂദയുടെ ലേഖനത്തെ അധികരിച്ച് നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. എന്നിട്ടും അത് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ ഇവിടെ ആയിരിക്കുന്നത്. ഇത് 15ാമത്തെ ക്ലാസ്സാണ്. എന്നാൽ നാം പഠിച്ചു വന്ന വിഷയത്തിൻ്റെ കൺക്ലൂഷൻ എന്നത് മാത്രമല്ല, അതിൻ്റെ ക്ലൈമാക്സും കൂടെയാണ്. ഇതുവരെയും നാം പഠിച്ചു വന്നത് ഈ വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. 5ാമത്തെ വാക്യം മുതൽ 7ാമത്തെ വാക്യം വരെ ദുരുപദേഷ്ടാക്കളുടെ അവിശ്വാസം അതുനിമിത്തമുള്ള നാശത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അവരുടെ ദൂഷണം നിമിത്തമുള്ള അവർക്ക് വരാവുന്ന ന്യായവിധിയെക്കുറിച്ച് ചിന്തിച്ചു. 11 മുതൽ 13 വരെ അവരുടെ പ്രവർത്തികൾക്ക് നിമിത്തമുള്ള ന്യായവിധി. 14 മുതൽ 16 വരെ അവരുടെ ന്യായവിധിയെക്കുറിച്ചുള്ള ഹാനോക്കിൻ്റെ പ്രവചനം. 17 മുതൽ 19 വരെ അവരുടെ ന്യായവിധിയെക്കുറിച്ചുള്ള അപ്പോസ്തലന്മാരുടെ പ്രവചനവും അത് നാം ഓർത്തുകൊള്ളണം, അറിയണം എന്നുള്ള ആഹ്വാനവുമാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് പ്രധാനമായിട്ടും ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ട് ഇതിനെല്ലാം അരച്ച് കുറുക്കി കൊണ്ടുവന്ന് വിശ്വാസികളായ നാം അനുവർത്തിക്കേണ്ട, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകളിലേക്കാണ് യൂദ നമ്മെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ 20ാമത്തെ വാക്യം മുതൽ 23ാമത്തെ വാക്യം വരെ, യൂദയുടെ ലേഖനം 20ാമത്തെ വാക്യം മുതൽ 23ാമത്തെ വാക്യം വരെ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. വളരെ നാം ശ്രദ്ധിക്കേണ്ട, ഇതുവരെയും പറഞ്ഞു വന്ന ദുരുപദേഷ്ടാക്കളുടെ കാര്യവും അതൊക്കെ പറഞ്ഞു വന്നിട്ട് നാം അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നാം കാണാനായിട്ട് കഴിയുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസി ദുരുപദേഷ്ടാക്കളെ പോലെ അല്ലെങ്കിൽ വിശ്വാസത്യാഗികളെ പോലെ ആകരുത്. അവർ ആത്മീക വർധനയ്ക്കായിട്ട് പ്രവർത്തിക്കണം. 20ാമത്തെ വാക്യത്തിൽ, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. മലയാളത്തിൻ്റെ പരിഭാഷ അല്പമായ ഒരു വ്യത്യാസം, അല്ലെ, ആശയത്തിൽ വശകൊന്നുമില്ല എങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ ശരിക്കും നോക്കിയാൽ അവിടെ കാണുന്ന ഒരു പ്രത്യേക പ്രയോഗം ബൈ ബിൽഡിങ് യുവർ സെൽഫ് എന്നാണ്. ബിൽഡിങ് യുവർ സെൽഫ്, നമ്മെ തന്നെ പണിയണം എന്നുള്ള ഒരു ആശയമാണ്. ബിൽഡിങ് അപ്പ് യുവർ സെൽഫ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്നാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആത്മീക വർധന വരുത്തുക എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മെ തന്നെ പണിയുക എന്നുള്ളതാണ്. നമ്മെ തന്നെ പണിയുക എന്നുള്ളതാണ്. ഇതുവരെയും പ്രയോഗിക്കാത്ത ഒരു അഭിസംബോധനയോടുകൂടെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ നിങ്ങളോ പ്രിയരെ എന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ അത് ചിന്തിക്കണം എന്ന് പറഞ്ഞെങ്കിലും
ഇവിടെ കുറച്ചുകൂടെ അടുപ്പമായിട്ട് നിങ്ങളോ പ്രിയമുള്ളവരെ, നേരത്തെ പ്രിയരേ, നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക്, നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വസ്തുതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ പ്രധാനമായിട്ടും 2 തലങ്ങളിലാണ് നമ്മെ പണിയേണ്ടത്. 2 തലങ്ങളിൽ നമ്മെ പണിയണം. ഞാൻ ആത്മീക വർധന വരുത്തുക എന്നുള്ളത് ബിൽഡിംഗ് അപ്പ് എന്നുള്ള ഇംഗ്ലീഷിൻ്റെ അതിൻ്റെ ശരിയായ ഒരു ട്രാൻസ്ലേഷൻ എടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മെ പ്രധാനമായിട്ട് 2 തലങ്ങളിൽ അത് നിർവഹിക്കണം. ഒന്ന്, നമ്മോട് തന്നെ ചെയ്യേണ്ടത്, നമ്മോട് തന്നെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത്. നമ്മെ തന്നെ എങ്ങനെ പണിയണം, മറ്റുള്ളവരെ എങ്ങനെ പണിയണം. മറ്റുള്ളവരെ എങ്ങനെ പണിയണം? സഭയെ എങ്ങനെ പണിയണം, സമൂഹത്തെ എങ്ങനെ പണിയണം, വാർത്തെടുക്കണം എന്നുള്ള തരത്തിലാണ് ഈ ചിന്തകൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. 20ാമത്തെ വാക്യത്തിൽ നമ്മോട് തന്നെ ചെയ്യുവാനായിട്ട്, നാം നമ്മെ തന്നെ പണിയേണ്ടതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തന്നെ പണിയണം. നിങ്ങളെ തന്നെ പണിയണം. ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ്. മറ്റൊരു കാര്യം ഇവിടെ പറയുന്നത്, നിങ്ങളെ പണിയേണ്ട മറ്റൊരു കാര്യം, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. പണിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. കീപ്പിംഗ് യുവർ സെൽഫ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നാം നമ്മോട് തന്നെ ചെയ്യണം. ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ് ബൈ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. നമുക്ക് തന്നെ, മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ പരിഭാഷയായിട്ട് കൊടുത്തിരിക്കുന്നത് ആത്മീക വർധന വരുത്തണം. അതിൽ ആശയപശകൊന്നുമില്ല. അത് നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തണം, അല്ലെങ്കിൽ നാം നമ്മെ തന്നെ പണിയണം എന്ന് പറയുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ബേസ്. എന്താണത്? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിയണം. മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. വിശുദ്ധ വിശ്വാസം, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ഏറ്റവും അതിയായ വിശുദ്ധമായ ഒരു വിശ്വാസമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മീക വർധന എന്നത് നമ്മെ ആത്മീകമായി പണിയുക എന്നുള്ളതാണ്. അതെങ്ങനെ പണിയണം? എന്തിന്മേൽ പണിയണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി പണിയണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം അതിവിശുദ്ധമാണ്. കാരണം എന്താണ്? ആ വിശ്വാസം നമുക്ക് ലഭിച്ചത് നമ്മിൽ തന്നെ ഉണ്ടായതാണോ? അല്ല. ആ വിശ്വാസം നാം പ്രാപിച്ചതാണ്, നമുക്ക് ലഭിച്ചതാണ്, കൃപയാൽ നമുക്ക് തന്നതാണ്. നമ്മൾ എഫെസ്യരുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, കൃപയാലത്രേ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല. ഏതിനും നിങ്ങൾ കാരണമല്ല? ആ വിശ്വാസത്തിന് പോലും നാം അല്ല കാരണക്കാര്. ആ വിശ്വാസത്തിൻ്റെ കാരണക്കാരൻ പോലും ദൈവമാണ് പരിശുദ്ധാത്മാവ് മുഖാന്തരം ആ വിശ്വാസത്തെ നമ്മിലേക്ക് പകർന്നിരിക്കുന്നത്. പരിശുദ്ധനായ ദൈവം വിശുദ്ധനായ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവ്, വിശുദ്ധമായ ആത്മാവിനാൽ നമ്മിലേക്ക് പകർന്നിരിക്കുന്നതാണ് ഈ വിശ്വാസം. അപ്പം അതുകൊണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായ വിശ്വാസമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം പോലെ മറ്റൊരു വിശ്വാസം വേറെ ആർക്കുമില്ല. ക്രിസ്തു വിശ്വാസികളായ നമ്മുടെ വിശ്വാസം അത് ഉത്തമ വിശ്വാസമാണ്, അത് അതിവിശുദ്ധ വിശ്വാസമാണ്. ഇതിൽ കവിഞ്ഞ ഒരു വിശ്വാസം വേറെ ആർക്കും പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ ലേഖനം തുടങ്ങുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രയോഗമുണ്ട് 3-ാമത്തെ വാക്യത്തിൽ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ശ്രദ്ധ മനസ്സിലാക്കുക, വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് ഒരിക്കലായിട്ട് നമുക്ക് എന്നേക്കുമായി ഈ വിശ്വാസം എന്ന് പറയുന്നത് അന്ത്യം വരെ നാം
ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മോടൊപ്പമായിരിക്കേണ്ടതാണ് ഈ വിശ്വാസം. അത് ഒരിക്കലായിട്ട് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട്. അതിൽ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കും. എന്നിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. എന്നാൽ വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കുന്നതാണ്. അത് ഏതുവരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ? നമ്മുടെ മരണം വരെ, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ. അത് കഴിഞ്ഞ് നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ പ്രത്യാശയുടെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ അതും കവിഞ്ഞു നിൽക്കുന്നതാണ് സ്നേഹം. അപ്പോൾ ഈ വിശ്വാസം നമുക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്നത് ഒരിക്കലായിട്ടാണ്. അത് അതിവിശുദ്ധ വിശ്വാസമാണ് എന്ന് മാത്രമല്ല, ഈ വിശ്വാസം നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഈ അതിവിശുദ്ധ വിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് നമുക്ക് നമ്മെ തന്നെ പണിയുവാനായിട്ട് കഴിയുകയില്ല. ഈ വിശ്വാസം കൂടാതെ, നമ്മൾ പറയുന്നുണ്ടല്ലോ, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മുടേതായ എന്തെങ്കിലും പ്രവർത്തികളിലൊക്കെ ചെയ്താലും അതൊക്കെ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിൽ നിന്നും ആണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. വിശ്വാസമില്ലാതെ വിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാനായിട്ടില്ല. അതുകൊണ്ട് ഈ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. ഇതിനെ ആധാരമാക്കി വേണം നമ്മൾ പണിയേണ്ടത്. പഴയ നിയമത്തിൽ ഈ വിശുദ്ധിയെക്കുറിച്ച് വളരെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് പഴയ നിയമം. പഴയ നിയമമാണ് വിശുദ്ധിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അവിടെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 29-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ യാഗപീഠം അതിവിശുദ്ധം, നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസവും അതിവിശുദ്ധ വിശ്വാസം. വെറും വിശ്വാസമല്ല, വെറും വിശുദ്ധവുമല്ല, അത് അതിവിശുദ്ധമാണ്. അതിനേക്കാൾ വിശുദ്ധമായ ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്നതിൽ വേറെ ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത് പുറപ്പാട് പുസ്തകത്തിൽ പല കാര്യങ്ങളും, അല്ല പഴയ നിയമത്തിൽ പൊതുവെ ധാരാളം കാര്യങ്ങൾ ഈ അതിവിശുദ്ധമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ യാഗപീഠം അതിവിശുദ്ധമാണ്. അതുപോലെ പുറപ്പാട് തന്നെ 30-10 പ്രായശ്ചിത്ത യാഗത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് അത് അതിവിശുദ്ധമാണ്. സമാഗമന കൂടാരവും അതിലെ എല്ലാ ഉപകരണങ്ങളും അതിവിശുദ്ധമാണ്. ധൂപവർഗം അതിവിശുദ്ധമാണ്. യഹോവയ്ക്കുള്ള യാഗങ്ങൾ, വഴിപാടുകൾ എല്ലാം അതിവിശുദ്ധമാണ്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട വേലകളെല്ലാം അതിവിശുദ്ധമാണ്. അതിലെ വേലക്കാർ എല്ലാവരും അതിവിശുദ്ധമാണ്. പുരോഹിതന്മാർക്കുള്ള ഓഹരി അതിവിശുദ്ധമാണ്. ഇങ്ങനെ അതിവിശുദ്ധമായ ധാരാളം യെഹെസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 43-12, 45-3 ദൈവാലയത്തിൻ്റെ അതിർത്തിക്കകം എല്ലാം അതിവിശുദ്ധം. ദൈവാലയത്തിൻ്റെ അതിർത്തിക്കകം എല്ലാം അതിവിശുദ്ധം. അപ്പോൾ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മിൽ വസിക്കുന്നത് കൊണ്ട്, ആ വിശുദ്ധനായ ദൈവം നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മിലേക്ക് പകർന്നിരിക്കുന്ന ഈ വിശ്വാസവും നമ്മിലേക്ക് പകർന്നിരിക്കുന്ന ആത്മാവുമൊക്കെ വിശുദ്ധമാണ്. എന്നാൽ അതിലുപരിയായിട്ട് എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യമുണ്ട്. സങ്കീർത്തനം 119-ന്റെ 140-ാമത്തെ വാക്യത്തിൽ ദൈവവചനത്തെ അതിവിശുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവവചനം അതിവിശുദ്ധം, നിന്റെ വചനം അതിവിശുദ്ധമാകുന്നു, അതുകൊണ്ട് അടിയനത് പ്രിയമാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം എബ്രായർക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2-ാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധമെന്ന ഒരു കൂടാരമുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിസ്തുല്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മിൽ പകർന്നിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അതിവിശുദ്ധമാണ്. ഈ ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കണം. വെറുമൊരു വിശ്വാസമല്ല, ഒരു കേവലമായ മറ്റു പല വിശ്വാസങ്ങളുമുണ്ട്. ജാതികളുടെ വിശ്വാസം, അതൊന്നും അതിവിശുദ്ധമല്ല. അതൊക്കെ വെറും നൈസർഗികമായ ഒരു വല്ലാത്ത വിശ്വാസങ്ങളാണ്. അന്ധവിശ്വാസം എന്നൊക്കെ പറയുന്നില്ലേ,
അന്ധവിശ്വാസങ്ങളാണ്. എന്നാൽ നമ്മിലേക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസം, ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന വിശ്വാസം, അത് അതിവിശുദ്ധമാണ്. അത് അതിവിശുദ്ധമാണ്. വിശുദ്ധനായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന മരണ പുനരുത്ഥാനത്തിലും അവൻ്റെ വീണ്ടും വരവിലുമുള്ള വിശ്വാസമാണ്. മാത്രമല്ല അത് എല്ലാ വിശ്വാസങ്ങളെയും അതിജീവിക്കുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ ആധാരമാക്കിയാണ് നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത്. മനസ്സിലായോ? ഈ യൂദ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ, നിങ്ങളെ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ കുറിച്ച് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം. എന്തുകൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ട ആവശ്യമുണ്ട്? അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിലേക്ക് തന്നിരിക്കുന്ന വിശ്വാസം പോലെ അതിനെ കവച്ചു വെക്കുന്ന ഒരു വിശ്വാസം ഈ ലോകത്തിൽ ആർക്കും ലഭിക്കുകയുമില്ല. അത് അതിവിശുദ്ധ വിശ്വാസമാണ്. അതിവിശുദ്ധ വിശ്വാസമാണ്. അതിനെ ആധാരമാക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ പണിയണം. മലയാളത്തിൽ ആത്മീക വർധന വരുത്തണം. വളരെ വളരെ കുറിക്കൊള്ളേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഈ യൂദയുടെ ലേഖനം അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മെ വളരെയധികം സ്വാധീനിക്കേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിൻ്റെയും ആ രത്നച്ചുരുക്കമായിട്ട് യൂദ ഇവിടെ കൊണ്ടുവരുന്ന കാര്യമാണ്. നമ്മൾ അതിനെ ആധാരമാക്കിയാണ് നമ്മെ തന്നെ പണിയേണ്ടത്. ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. മച്ചല്ല, മോറല്ല, മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ പറയുന്നു എങ്ങനെയാണ് നമ്മൾ പണിയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അവിടെ കുറച്ചുകൂടെ കാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം കൂടാതെ നമ്മൾ ഒരു പണിയലും നമ്മൾ നടത്തണ്ട. നമ്മെ തന്നെ പണിയുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വേണം പണിയാൻ. അവിടെ പറയുന്നത് എന്താണ്? അവനിൽ, ആരിൽ? കർത്താവായ യേശുക്രിസ്തുവിൽ വേരൂന്നണം. മനസ്സിലാക്കുന്നുണ്ടല്ലോ? അവനിൽ വേരൂന്നിയും. അടുത്ത് പറയുന്നത് അവനിൽ വേരൂന്നി വേണം ആത്മീക വർധന പ്രാപിക്കേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പിൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വേരൂന്നണം. അങ്ങനെ വേണം ആത്മീക വർധന പ്രാപിക്കേണ്ടത്. മാത്രമല്ല ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാകണം. ഈ വിശ്വാസത്തിൽ ഉഴലുന്ന ആൾക്കാരെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗം ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ, അല്ലേ? അവര് എങ്ങനെ ഉലയുന്ന കടൽത്തിര പോലെയാണ്, സംശയിക്കുന്ന അവരെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിലുള്ള ഉറപ്പ് വേണം. അത് കർത്താവായ യേശുക്രിസ്തുവിൽ വേരൂന്നി തിരുവചനത്തിലെ ഉപദേശങ്ങൾക്ക് ഒത്തവണ്ണം അത് പ്രമാണിച്ചുകൊണ്ട് നമ്മെ തന്നെ പണിയണം, ആത്മീക വർധന പ്രാപിക്കണം എന്നുള്ളതാണ്. ഈ വിശ്വാസം ഒരു വ്യാജമായ വിശ്വാസമല്ല. അത് അവിടെ പറയുന്നുണ്ട്, നിർവ്യാജമായ വിശ്വാസമാണ്. ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മെ പണിയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മെ വിശ്വാസത്തിന് ആധാരമാക്കി തന്നെ വചനത്താൽ പണിയണം എന്നിവിടെ പറയുന്നുണ്ട്, അല്ലേ? വചനത്താൽ. തിമോഥെയോസിൻ്റെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോൾ ഈ നിർവ്യാജ വിശ്വാസത്താലാണ് നമ്മെ തന്നെ പണിയേണ്ടത്. അത് വചനം എന്നത് അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ പണിയണം. വചനത്താൽ നമ്മൾ പണിയപ്പെടണം. ഇപ്പോൾ ജനിച്ച പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരുവാൻ, രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനായിട്ട് വാഞ്ചിപ്പിൻ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ പടുത്തുയർത്തേണ്ട 2 പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒന്ന്, നമ്മെ വിശ്വാസത്തെ ആധാരമാക്കി ക്രിസ്തുവിൽ വേരൂന്നി വേണം പണിയാൻ. അത് 2 തലങ്ങളിലൂടെ പണിതെടുക്കണം. ഒന്ന്, വചനത്താൽ നമ്മെ തന്നെ പണിയണം.
ഒന്ന് വചനത്താൽ. ഈ വചനം കൂടാതെ നമുക്കൊരിക്കലും ആത്മീക വർധന വരുത്തുവാനായിട്ട് കഴിയുകയില്ല, നമ്മെ തന്നെ പണിയുവാനായിട്ട് കഴിയുകയില്ല. ഈ വചനമാണ് എല്ലാ തരത്തിലും. ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവരുന്നത്, അവരെ തർജ്ജനം ചെയ്യും, ഗുണീകരിക്കും, ശാസിക്കും, അവരെ അഭ്യസിപ്പിക്കും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഒരു കുഞ്ഞിനെ എന്ത് ചെയ്തെന്ന് വളർത്തിക്കൊണ്ടുവരുന്നത്. സ്പർജൻ സാറിൻ്റെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ക്ലാസ് അതായിരുന്നല്ലോ അല്ലേ? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അങ്ങനെ അഭ്യസിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെയാണ് വചനം താല വേണം ഈ കാര്യങ്ങൾ. നമ്മൾ തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ എന്ത് ചെയ്യണം? അടുത്ത്, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഈ വചനത്തെ വേണം എടുക്കാൻ. എന്തിനൊക്കെ വേണ്ടി? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ ഈ വചനം കൊണ്ടുവേണം നമ്മെ തന്നെ പണിയുവാൻ. ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ്. ഈ വചനം കൊണ്ട് നമുക്ക് നമ്മെ തന്നെ പണിതെടുക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് പ്രയോജനമുള്ളവരായി, നല്ല ഫലം കായ്ക്കുന്നവരായി, പ്രയോജനപ്പെടുന്നവരായി നമ്മെ തന്നെ പണിതെടുക്കുവാനായിട്ട് കഴിയും. കാരണം ഈ വചനം നമ്മെ ശാസിക്കേണ്ടടുത്ത് ശാസിക്കും, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കും, ഗുണീകരിക്കേണ്ടടുത്ത് ഗുണീകരിക്കും. അത് നമ്മെ അഭ്യസിപ്പിക്കേണ്ട തലങ്ങളിലൂടെ അഭ്യസിപ്പിക്കും. അതുകൊണ്ടാണ് തിരുവചനപ്രകാരം അവനെ അഭ്യസിപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വചനത്താൽ നമ്മെ പണിയപ്പെടണം. പത്രോസിന്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പ്രവചനവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഏതിനെ? ഈ പ്രവചനങ്ങളെ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെയൊക്കെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മെ ശരിയായ പാതയിലേക്ക്. 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, എൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മെ കൊണ്ട് നടക്കണം. എവിടെ പോയാൽ ഈ വചനം എന്താ? എവിടെ പോയാലും ഈ വചനം കൊണ്ടുപോകണം, കൂടെ കൊണ്ടുപോകണം. എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഏതവസരങ്ങളിലും നിറഞ്ഞിരിക്കണം. ഈ വചനം കൊണ്ട് നടക്കും, തിരുവചനവും കൊണ്ട് തന്നെ നടക്കുന്ന ധാരാളം പേരുണ്ട്. ഇന്ന് പിന്നെ നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട് ഈ തിരുവചനം അല്ലേ? എപ്പോഴും വേണമെങ്കിലും എടുത്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് ബൈബിൾ വായിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. എപ്പോഴും എവിടെ ഇരുന്ന് ബൈബിൾ തന്നെ വേണമെന്നില്ല, അതിലുണ്ടല്ലോ. അപ്പോൾ ഈ തിരുവചനം അങ്ങനെ കൊണ്ട് നടക്കുന്നതിനെ കാര്യം മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ അത് വിളക്ക് പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കണം. തിരുവെഴുത്തിലെ പ്രവചനം അടുത്ത് പറയുകയാണ്, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും അത് സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായി വന്നതല്ല. പിന്നെ എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അത് പ്രവാചകന്മാർ മുഖാന്തരം അല്ലേ? പ്രവചനം ഒരിക്കലും സ്വയമായ വ്യാഖ്യാനത്താൽ വന്നതല്ല, മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതുമല്ല. മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതുമല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. അപ്പോൾ തിരുവചനം കൊണ്ട് നമ്മെ പണിയേണ്ടതിൻ്റെ ആവശ്യകത ഒന്ന്, ഇത് ദൈവശാസ്ത്രീയമാണ്. ഇത് നീതീകരണത്തിനും ഗുണീകരണത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യാസനത്തിനും ഉപദേശത്തിനും അത് പ്രയോജനമുള്ളതാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന വിളക്ക് പോലെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഇത് മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ഇത് സ്വയമായിട്ട് വന്നതല്ല, ദൈവകൽപ്പനയാൽ വന്നതാണ്. അത് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് മനുഷ്യർ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ദൈവശ്വാസ്യം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഉപമയാണല്ലോ മത്തായിയുടെ സുവിശേഷം അല്ലേ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു ഉപമയുണ്ട്. ഏത് ഉപമയാണ്? ജെറമ്യാ പണിയുന്നതിനെ കുറിച്ച്, 2 പേര് വീട് പണിയുന്നതിനെ കുറിച്ചുള്ള ഉപമയാണ് അവിടെ ഉള്ളത്. രണ്ട് സ്ഥലത്ത് പണിതു. ഒരാള് ജെറമ്യ പറഞ്ഞില്ലെങ്കിൽ ജെറമ്യയുടെ ഡാഡി പറയും.
എവിടെ പണിതു? പാറമേൽ പണി. ഈ പാറമേൽ പണിത വീടിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? പാറമേൽ പണിത വീട് പണിതവൻ എങ്ങനെ പണിതു? എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പൊ നമ്മെ തന്നെ പണിയേണ്ടത് വചനം കൊണ്ട് പണിയണം. എങ്ങനെ പണിയണം? വചനം അനുസരിക്കുന്നതിലൂടെ, അത് പ്രമാണിക്കുന്നതിലൂടെ. നാം അത് പണിയുമ്പോൾ അത് പാറമേൽ എത്ര കാറ്റ് വന്നടിച്ചാലും, എന്തൊക്കെ സുനാമി ആയാലും ഓഖി ആയാലും എന്തൊക്കെ വന്നടിച്ചാലും അത് തകരില്ല. കാരണം എന്താ? വചനമെന്ന പാറമേൽ അത് കുഴിച്ച് വളരെ അടിസ്ഥാനപ്പെടുത്തി പണിതിരിക്കുകയാണ്. അതിനെ ഉലയ്ക്കുവാനായിട്ട്, അതിനെ തകർക്കുവാനായിട്ട്, ആ വിശ്വാസത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാനായിട്ട് ഒന്നിനും കഴിയുകയില്ല. നഗ്നതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ വരുവാനുള്ളതിനോ ഇപ്പോഴുള്ളതിനോ ഒന്നിനും ഇതിൽ നിന്നും നമ്മെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. എങ്ങനെ പണിയണം? എങ്ങനെ പണിയണം? വചനത്താൽ പണിയണം. വിശുദ്ധ ആധാരമാക്കി, വിശ്വാസത്തെ ആധാരമാക്കി വചനത്താൽ നമ്മെ പണിയുന്നവരാക്കി തീർക്കണം. ദൈവവചനത്താൽ നമ്മെ തന്നെ പണിയണം. അങ്ങനെ ആയാൽ പാറമേൽ പണിത വീട് പോലെ, ആ പണിത കെട്ടിടം പോലെ ഉറച്ചു നിൽക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തലപ്രവൃത്തി 17:11 വാക്യത്തിൽ ബെരോവയിലെ സഭ വിശ്വാസികളെ കുറിച്ചുള്ള ഒരു പ്രത്യേകത നമ്മളെപ്പോഴും പറയുന്നതാണല്ലോ. അവർ എന്ത് ചെയ്യുന്നു? വചനത്തെ പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊള്ളുന്നു. വേറെ പലതും നമ്മൾ വളരെ ജാഗ്രത എടുക്കും കൈക്കൊള്ളാൻ, അല്ലേ? വാൾ കിക്ക് ചെയ്യുമ്പം അവിടെ നിന്ന് വരുന്ന വാളിനെ എങ്ങനെ ഒപ്പോസ് ചെയ്യണം, എങ്ങനെ പ്രതിരോധിക്കണം, പിന്നെ ക്രിക്കറ്റ് ബൗൾ ചെയ്യുമ്പം അതെങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജാഗ്രതയോടെ നമ്മുടെ ഹൃദയങ്ങൾ സംഗ്രഹിക്കാറുണ്ട്. എന്നാൽ വചനത്തെ നമ്മെ തന്നെ പണിയേണ്ട, നമ്മെ തന്നെ ആത്മീക വർധന വരുത്തേണ്ട വചനത്തെ നമ്മൾ എത്ര ജാഗ്രതയോടുകൂടെയാണ് കൈക്കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ജാഗ്രതയോടെ കൈക്കൊള്ളുക മാത്രമല്ല, ദിനം പ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും ചെയ്യുക. കേൾക്കുന്നതല്ല, അത് ഗ്രഹിക്കുന്നുണ്ട്. അത് ജാഗ്രതയോടെ കൈക്കൊണ്ടിട്ട് പോകുക, വീട്ടിൽ ചെന്നും വെറുതെ ഇരിക്കുകയല്ല. ബൈബിൾ ക്ലാസ്സിന് വരണം. അത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുവാനായിട്ട് കൂടി വരുന്നതാണ്. അങ്ങനെ കൂടി വന്ന് ഈ വചനങ്ങളെ കേട്ടിട്ട് തിരുവെഴുത്ത് അടച്ചു വെച്ച് കിടന്നുറങ്ങുകയല്ല. അത് ദിനം പ്രതി പരിശോധിക്കണം. എന്താ പരിശോധിക്കുക? പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കുക എന്നാണോ? വെറുതെ വായിക്കുന്നതാണോ പരിശോധന? അല്ല. പരിശോധന എന്ന് പറഞ്ഞാൽ അതിലെ ആഴങ്ങളിലേക്ക്, അതിൻ്റെ ഘടകങ്ങളിലേക്ക് ഒക്കെ വെട്ടി മുറിച്ച് നമ്മൾ കടന്നു ചെല്ലണം, അല്ലേ? ബ്ലഡൊക്കെ കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മുടെ ബ്ലഡ് യൂറിനൊക്കെ കൾച്ചർ ചെയ്യും എന്ന് പറയുമ്പോൾ എന്താ? കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെഡിസിൻ അറിയാമെന്നുള്ള ആരും ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ യോഹനെ? അതിൻ്റെ ഘടകങ്ങളെല്ലാം കീറിമുറിച്ച് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പരിശോധന. അതാണ് പരിശോധന എന്ന് പറയുന്നത്. ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ തിരുവചനത്തെ നമ്മൾ ജാഗ്രതയോടെ കൈക്കൊള്ളുകയും അത് അങ്ങനെ തന്നെയോ എന്ന്, അല്ലെങ്കിൽ തിരുവചനങ്ങളെ ദിനംപ്രതി ശോധന ചെയ്യുകയും ചെയ്യണം. ഈ അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ആസിയിൽ വെച്ചാണ്, ഇല്ലേ? ആസിയിൽ വെച്ച് എഫെസോസിലെ മൂപ്പന്മാരെ അവിടെ വിളിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തുന്നുണ്ട്. പൗലോസ് ആയിരുന്ന സ്ഥലത്ത് 20-ാം അധ്യായത്തിലാണ്. 20-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിലാണ് ഈ പറയുന്ന ഈ സന്ദർഭം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എഫെസോസിലെ മൂപ്പന്മാരെയൊക്കെ, എഫെസോസിൽ പല സഭകളുണ്ട്, ധാരാളം മൂപ്പന്മാരുണ്ട്. മൂപ്പന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ ഫരമേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഫരമേൽപ്പിക്കുന്നു. എവിടെ ഫരമേൽപ്പിക്കുക? മൂപ്പന്മാരെ ഫരമേൽപ്പിക്കുക എവിടെ? ദൈവത്തിൻ്റെ വചനത്തിൽ. നിങ്ങൾ ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഫരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
ഈ വചനം വിട്ട്, ഈ വചനത്തിനെ മാറ്റിവെച്ചിട്ട്, ഈ വചനത്തിൽ നിന്നും അല്ലാതെ ഒരു കാര്യവും നിങ്ങൾ ഉപദേശിക്കണ്ട, ഒരു കാര്യവും നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ഒരു കാര്യവും അനുഷ്ഠിക്കണ്ട, ഒരു കാര്യവും അനുഷ്ഠിക്കണ്ട. അപ്പോൾ മൂപ്പന്മാരെ വിളിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ തിരുമല സഭയിലെ മൂപ്പന്മാരെ വിളിച്ചൊരു കാര്യം ആധികാരികമായിട്ട് അങ്ങനെ ഇപ്പം എല്ലാ സ്ഥലസഭകളും സ്വതന്ത്രമല്ലേ അല്ലേ, മൂപ്പന്മാരെ വിളിച്ച് അങ്ങനെ പറയുന്ന ഒരു സമ്പ്രദായങ്ങളൊന്നും നമ്മുടെ ഇടയിലില്ല. എന്നാൽ പെന്തക്കോസ്തിലും മറ്റു ഈ ബാപ്റ്റിസ്റ്റ് അവരെയൊക്കെ ഉള്ളിടത്ത് പാസ്റ്റർമാരുടെ മീറ്റിങ്ങുകളുണ്ട്. അവരെ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് പറയും. പറയുന്നതെന്തിനാ? അവർ നയിക്കുന്ന സഭകളിൽ അതനുസരിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഈ പൗലൂസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട്, അവിടെ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമായിരിക്കും, അവരെ വിളിച്ചിട്ട് പറയണ്, അവരെ ഏൽപ്പിച്ചതെന്താണ്? പറഞ്ഞതല്ല, അവരെ ഏൽപ്പിക്കുകയാ. ദൈവകൃപയുടെ വചനം നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ്. ഇതിനെ അടിസ്ഥാനമാക്കി വേണം നിങ്ങൾ സഭകളിൽ പെരുമാറേണ്ടത്, സഭകളിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, സഭകളിൽ ഉപദേശിക്കേണ്ടത്. ഇതിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ഈ വചനം അതിവിശുദ്ധ വചനമാണ്. തേനിലും തേങ്കട്ടയിലും മാധുര്യമാണ്, പൊന്നിലും തങ്കത്തിലും ആഗ്രഹിക്കത്തക്കതാണ്. ഇതൊക്കെ 119 സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണ്. യെശയ്യാപ്രവചനം 15:16 പറയുന്നുണ്ട്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവും ആയി. ആ വചനങ്ങളെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചതുകൊണ്ട് എൻ്റെ ഹൃദയത്തിനത് സന്തോഷം. വചനം വായിക്കുമ്പോൾ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകാറുണ്ടോ? സന്തോഷം ഉണ്ടാകാറുണ്ടോ? ആനന്ദം ഉണ്ടാകാറുണ്ടോ? അതുപോലെ ആനന്ദവും സന്തോഷമുള്ളതൊന്നുമില്ല കേട്ടോ. ചില സമയങ്ങളിലൊക്കെ വചനം അങ്ങോട്ട് വായിച്ച് ധ്യാനിച്ചിരുന്നാൽ സമയം പോണതും അറിയില്ല, മണിക്കൂറുകൾ കടന്നു പോകുന്നത് അറിയില്ല, നേരം വെളുക്കുന്നത് ചിലപ്പം അറിയില്ല. എൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഉണ്ടായിട്ടുണ്ട്. 4 മണി വൈകുന്നേരം 10 മണിക്കൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഇരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 4 മണി, വെളുപ്പിന് 4 മണി വരെയൊക്കെ ഇരുന്ന് വചനം ധ്യാനിക്കുക, എഴുതുക, കുറിക്കുക, പഠിക്കുക. അപ്പോൾ ഇത് ഒരു പ്രത്യേക, അത് നമ്മുടെ പരിസരങ്ങളൊക്കെ അങ്ങ് മറക്കുകയാണ്. ആ സമയത്ത് ഇതിലോട്ടങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക് അത് എത്രയോ നല്ലതാണ്. യെശയ്യാപ്രവചനം അതാണ് പറയുന്നത്. ഞാനത് കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നമുക്ക് അനുദിനം ആവശ്യമായ വചനങ്ങളെല്ലാം അതിലുണ്ട്, എല്ലാം ഇല്ലേ? അതിലില്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? വചനത്തിൽ, തിരുവഴുത്തിലില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അനുവർത്തിക്കേണ്ട? ഇതിലുള്ള കാര്യങ്ങൾ മാത്രം അവർ അനുവർത്തിച്ചാൽ മതി. ഒരു മാതാവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പിതാവ് ചെയ്യേണ്ട കാര്യമുണ്ട്, മക്കൾ ചെയ്യേണ്ട കാര്യമുണ്ട്, യജമാനൻ ചെയ്യേണ്ട കാര്യമുണ്ട്, ദാസൻ ചെയ്യേണ്ട കാര്യമുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഒരു ദാസൻ എങ്ങനെ ആയിരിക്കണം, ഒരു യജമാനൻ, ഈ ഭൂമിയിലെ യജമാനൻ എങ്ങനെ ആയിരിക്കണം, ഒരു പിതാവ് എങ്ങനെ ആയിരിക്കണം, മാതാവ് എങ്ങനെ ആയിരിക്കണം, ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം. ഇല്ലാത്ത കാര്യം എന്താ ഉള്ളത്? അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കണ്ടെത്തി അതിനെന്ത് ചെയ്യണം? ഭക്ഷിച്ചിരിക്കുന്നു. അതെനിക്ക് ആനന്ദമായി, അതെനിക്ക് സന്തോഷമായി. ഞാനിവിടെ ആ ഭാഗം അങ്ങനെ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ നമ്മൾ പണിയണം, നമ്മെ തന്നെ ബിൽഡിംഗ് അപ്പ്, നമ്മെ തന്നെ പണിയണം. എങ്ങനെ പണിയണം? ഒന്നാമത് എങ്ങനെ പണിയണം? ജെറമ്യ, എങ്ങനെ പണിയണം? ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ വിടില്ല, പ്രത്യേകിച്ച് പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ്. എങ്ങനെ പണിയണം? വചനത്താൽ പണിയണം. ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്താൽ പണിയണം. ബൈബിൾ വായിക്കാറുണ്ടല്ലോ എല്ലാവരും. ചുമ്മാ വായിച്ചാൽ പോരാ, ഭക്ഷിക്കണം. ചുമ്മാ വായിച്ചാൽ പോരാ. വചനം എടുത്ത്, നമ്മൾ ആഹാരം എടുത്ത് മുമ്പേ വെച്ച് ഇത് നല്ല ടേസ്റ്റൊക്കെയാ, ഇത് കഴിച്ചാൽ വിശപ്പൊക്കെ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? വചനം എടുത്ത് നോക്കിക്കൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? ബൈബിളെടുത്ത് ഫ്രണ്ട് വെച്ചുകൊണ്ടിരുന്ന കാര്യമല്ലോ ഉണ്ടോ? എന്ത് ചെയ്യണം? അത് കണ്ടെത്തി, നിനക്ക് ആവശ്യമുള്ള, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതിനെ കണ്ടെത്തി ഭക്ഷിക്കണം. അത് നമ്മെ പണിയുവാനായിട്ട്,
നമ്മെ ദൈവ വഴികളിലൂടെ, ദൈവത്തിൻ്റെ പാതയിൽ, ദൈവത്തിന് ഉറപ്പുള്ളവരായി, ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമ്മെ വാർത്തെടുക്കുവാനും പണിയുവാനും ഈ വചന പഠനം നമ്മെ സഹായിക്കും. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മെ പണിയേണ്ട രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സമയം വളരെ പോകുന്നു. ഞാൻ ഇന്ന് ആ 23 വാക്യങ്ങൾ തീർക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, അല്ലേ? അങ്ങനെയാണല്ലോ അവിടെ നമ്മൾ കണ്ടത്. 20 വാക്യത്തിൽ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. നമ്മെ പണിയേണ്ടതൊന്ന് വചനത്താൽ, മറ്റൊന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നമുക്ക് ആത്മീക വർധന വരുത്തുവാൻ, നമ്മെ തന്നെ പണിയുവാനായിട്ട് പരിശുദ്ധാത്മാവ്, ഇവിടെ ആത്മാവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് ശരിക്കും ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ്, ചില ട്രാൻസ്ലേഷനിൽ ഹോളി ഗോസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കും, കൊച്ചു കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കും, വലിയവരും പ്രാർത്ഥിക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിലാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. രണ്ടു തരത്തിലും പ്രാർത്ഥിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവിടെ യൂദ പറയുകയാണ്, നമ്മെ പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളെ തന്നെ പണിയേണ്ടത്, നിങ്ങളെ തന്നെ കെട്ടിപ്പടുത്തുയർത്തേണ്ടത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. ആത്മാവ് നയിക്കുന്ന പ്രാർത്ഥനകളായിരിക്കണം ആണ് പരിശുദ്ധാത്മാവിലെ പ്രാർത്ഥന. ആത്മാവ് നയിക്കുന്ന പ്രാർത്ഥനകൾ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കുന്നത്, അത് വെറും ജൽപ്പനങ്ങൾ ആകുവാനായിട്ട് പാടില്ല. റോമർക്കെഴുതിയ ലേഖനം 8 അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളിൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ നമ്മുടേതായ ബുദ്ധി കൊണ്ടും നമ്മുടേതായ കഴിവ് കൊണ്ടും പാണ്ഡിത്യം കൊണ്ടുമൊക്കെ പ്രാർത്ഥിച്ചാൽ അതൊന്നും ശരിയായ പ്രാർത്ഥന ആയിരിക്കണമെന്നില്ല. കേൾക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ നല്ല സുഖമായിരിക്കും, അല്ലേ? കേൾക്കുന്നവർക്കൊക്കെ വളരെ സുഖവും നല്ല രസവും, ഓ എന്തോ പ്രാർത്ഥനയാ സഹോദരൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ അത് ആത്മാവിലുള്ള പ്രാർത്ഥന അല്ല എങ്കിൽ അത് ശരിയായിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ല, എന്നാൽ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഉച്ചരിച്ചുകൂടാത്ത, അല്ലേ? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതിൻ്റെ 27 വാക്യത്തിൽ ഇങ്ങനെയാണ്, എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. പിടികിട്ടിയോന്തോ സൈമൻസോര? പിടികിട്ടിയ? ആത്മാവിലെ പ്രാർത്ഥന നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒരുപക്ഷെ ഞാൻ സന്ദർഭവശാൽ ചോദിച്ചോട്ടെ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? എരുമിയ ഉണ്ടാ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണോ? ജനമേ പറഞ്ഞ് പഠിപ്പിക്കണോ? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. അവനെ കൊച്ചിയിലെ പറഞ്ഞു കൊടുത്താണ് പഠിപ്പിച്ചത്, അല്ലേ? ഡാഡി അല്ലെങ്കിൽ മമ്മി പറഞ്ഞു തരും, അതിനേറ്റ് പറയും. നമ്മളെ മന്നെയും ഇപ്പോഴങ്ങനെ പഠിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? ആ പ്രാർത്ഥന അതല്ല പഠിപ്പീരെന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്നാണ് ഇവിടെ സഹോദരിമാരുടെ അഭിപ്രായം. ഇവിടെ സഹോദരന്മാരെന്ത് പറയുന്നു? ജെയിംസ് രാജ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിപ്പിക്കേണ്ട അല്ല, പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമുണ്ടെന്നേ. പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിരുന്നു. പ്രാർത്ഥിക്കാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ, പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുകയല്ല, എങ്ങനെ ഏത് വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ പ്രാർത്ഥനകൾ ഏതാണ്ട് ഒരു 15-16 പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കരമായി ചിന്തിക്കേണ്ട കർത്താവിൻ്റെ ആ പ്രാർത്ഥനാ രംഗങ്ങളും കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഇതിലുണ്ട്, നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ട്. ഞാനത് കുറേയൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് നോക്കി, പൂർത്തീകരിക്കാനായിട്ട് പറ്റിയില്ല. ആ പ്രാർത്ഥനകൾ അത് കർത്താവ് ഒരിക്കൽ ഇങ്ങനെ ലൂക്കോസ് സുവിശേഷം 11 അധ്യായത്തിലാണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ, ഈ കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് പ്രാർത്ഥനയാ!
ഓടി വന്നു. അയ്യോ, യോഹന്നാൻ്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു, ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, തോന്നും പോലെയൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി. എന്നാണ് പറഞ്ഞത്? നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ. ഇവണ്ണം ഇനി മറ്റൊരു കാര്യം, പ്രസംഗിക്കാൻ പഠിപ്പിക്കാനായിട്ട് ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് പോയാ? പോയിട്ടുണ്ടോ? കർത്താവ് എന്നെ ഒന്ന് പ്രസംഗിക്കാൻ പഠിപ്പിക്കണേ. പൗലോസിൻ്റെ അടുത്ത് പോയോ? എന്ത് പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിച്ചു, തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. പൗലോസ് ശിഷ്യന്മാരോട് പറഞ്ഞു, തൻ്റെ സഹവിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഈ ആത്മാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ആത്മാവിൻ്റെ പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള പ്രാർത്ഥനയാണ്? ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ദൈവഹിതമല്ലാത്ത ഒരു കാര്യവും നമുക്ക് വേണ്ടി ആത്മാവ് ദൈവത്തോട് പറയില്ല. പരിശുദ്ധാത്മാവ് ദൈവത്തോട് പറയില്ല, റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം. അപ്പോൾ ആത്മാവ് പ്രാർത്ഥിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന കാര്യങ്ങൾ അത് ദൈവം കേൾക്കുന്നതാണ്. ആത്മാവിൻ്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാ ചിന്തകളെയും അറിയുന്നുണ്ട്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അറിയുന്നതുകൊണ്ട് അതിൻ പ്രകാരം പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നതും അത്തരത്തിലാണ്, ദൈവഹിതപ്രകാരമുള്ള പക്ഷപാതമാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ദൈവഹിതപ്രകാരമാണ്. നമ്മുടെ ഹിതം ദൈവഹിതം അല്ല എങ്കിൽ ആത്മാവ് അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. മനസ്സിലായോ? പിടിയിട്ടൊന്നും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ ദൈവഹിതപ്രകാരം അല്ല എങ്കിൽ ആത്മാവ് ഒരിക്കലും അത് പക്ഷപാതം ചെയ്യില്ല, റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മാവിൽ നിറഞ്ഞവരായില്ലേ, എന്താ നിങ്ങൾ പ്രബോധിപ്പിക്കണം. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയും. ചിലർ വിചാരിക്കുന്നത് ഉറച്ച് അങ്ങ് വിളിച്ച് പൊഴിച്ച് തുള്ളി ചാടി കിടന്ന് കൈകൊട്ടി ടമ്പേർ മുഴക്കിയൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്നവരുണ്ട്. അതൊന്നും ആത്മാവിലെ പ്രാർത്ഥനയല്ല. അതൊക്കെ മറ്റേ കർമ്മേൽ പർവ്വതത്തിൽ ഒരു കൂട്ടർ പ്രാർത്ഥിച്ചു. ആര്? ബാലിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് അങ്ങ് തുടങ്ങി ഉച്ചവരെ എന്ന് പറഞ്ഞാൽ സന്ധ്യായാഗത്തിൻ്റെ സമയം വരെ അവിടെ കിടന്ന് തുള്ളിച്ചാടി, അങ്ങനെ തന്നെ പറയുന്നുണ്ട് അല്ലേ, അവിടെ തുള്ളിച്ചാടി അവരുടെ ശരീരങ്ങളെയൊക്കെ കുത്തി മുറിച്ച് ഉറച്ച് വിളിച്ചും പതുക്കെ വിളിച്ചും എന്തൊക്കെ അവർ ചെന്ന് കിടന്ന് ഉരുണ്ടും മറിഞ്ഞും ഒക്കെ. ഇത് ആത്മാവിലുള്ള പ്രാർത്ഥനയായിരുന്നോ? അത് വെറും ജൽപ്പനങ്ങളാണ്. എന്നാൽ ഏലിയാവിൻ്റെ പ്രാർത്ഥന തുള്ളിച്ചാടിയോ? ഇല്ല, വളരെ ശാന്തമായിട്ട് ദൈവമേ അങ്ങാണ് യഥാർത്ഥ ദൈവമെന്ന് വെളിപ്പെടേണ്ടതിന് ഇത് സംഭവിക്കണമേ. 2 വാചകങ്ങൾ മാത്രമേ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിലുള്ളൂ. അത് ആത്മാവിലെ പ്രാർത്ഥനയാണ്, ദൈവഹിതം വെളിപ്പെടേണ്ടതിൻ്റെ പ്രാർത്ഥനയാണ്. അതിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ 2 ഘടകങ്ങളുണ്ടെന്ന് ഞാൻ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട്. ആദ്യത്തെ പ്രാർത്ഥന ദൈവം കണ്ണടച്ചു ചെവി കേട്ടില്ല. അതായത് ഞാൻ എന്നുള്ള ഭാവത്തിൽ പ്രാർത്ഥിച്ചു. ദൈവം അനങ്ങിയില്ല. അപ്പോഴും ഏലിയാവിന് മനസ്സിലായി പ്രാർത്ഥനയിൽ പ്രശ്നമുണ്ട്. തിരുത്തി ദൈവത്തിനെല്ലാ മഹത്വവും കൊടുത്തുകൊണ്ട് 2ാമത്തെ പ്രാർത്ഥന. 2 ഘടകങ്ങളുണ്ടായാലും നിങ്ങൾ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കിയാൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവം പ്രസാദിക്കുകയും അവിടെ വെളിപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ആ വെള്ളത്തെ വറ്റിച്ച് യാഗപീഠത്തെ
എരിക്കുന്നതായിട്ട്, യാഗവസ്തുവിനെ എരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മാവിലെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കണം, ദൈവത്തിന് പ്രസാദകരമായി വരത്തക്കവണ്ണം പ്രാർത്ഥിക്കണം. എഫേസ്യർക്ക് ലേഖനം 6:18 സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഏത് നേരത്തും എപ്പോഴും പ്രാർത്ഥിപ്പനെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, സകല പ്രാർത്ഥനയായാലും യാചനയായാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പിൻ. ഇപ്പോൾ പൗലൂസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോഴും നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. എനിക്ക് ദൈവഹിതപ്രകാരമായിട്ട് എന്തൊക്കെ സംഭവിക്കണമെന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. മറ്റു കാര്യങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ആത്മീക വർധനയ്ക്കായിട്ട് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കണം. നമ്മുടെ വ്യക്തിപരമായ ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലൂസിൻ്റെ പ്രാർത്ഥനകൾ ധാരാളം നമ്മൾ ഈ ലേഖനങ്ങളിൽ പഠിക്കുവാനായിട്ട് കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം 9 മുതൽ 14 വരെ കുറിച്ച് വെച്ച് വായിച്ചോ, അത് പൗലൂസിൻ്റെ പ്രാർത്ഥനയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം 15 മുതൽ 19 വരെ പൗലൂസിൻ്റെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ചില പൊതുവായ ചില ഘടകങ്ങൾ പൗലൂസിൻ്റെ പ്രാർത്ഥനയായാലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 15ഓളം പ്രാർത്ഥനകളുണ്ട്. അത് ആയാലും അതെല്ലാം പരിശോധിച്ചാൽ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൊതുവായ ചില ഘടകങ്ങളുണ്ട്. പൗലൂസിൻ്റെ പ്രാർത്ഥനയിൽ ദൈവ ഇഷ്ടം നമ്മിൽ നിറയണം, ദൈവപ്രസാദം ലഭിക്കണം, ആത്മീക ജ്ഞാനത്താൽ നിറയണം, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം, ദൈവിക സ്വഭാവങ്ങൾ കൊണ്ട് നിറയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൗലൂസിൻ്റെ പ്രാർത്ഥനയിൽ നമ്മൾ വളരെ ശരിയായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. പൗലൂസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിക്കുന്നുണ്ട്, അല്ലേ? പലയിടത്തും അപേക്ഷിച്ചിട്ടുണ്ട്. ഇത്തരം അപേക്ഷയിലും പൗലൂസിൻ്റെതായ ആ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവഹിതമാണ്. അങ്ങനെയുള്ള ഒരു അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു അപേക്ഷ. നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പോരാട്ടമാണ് കേട്ടോ. പ്രാർത്ഥന എന്ന് പറയുന്ന പോരാട്ടമാണ്. എന്നോടുകൂടെ പോരാടണം എന്ന് പ്രബോധിപ്പിച്ചിട്ട് പറയുന്നത് പൗലൂസ് ദൈവഹിതപ്രകാരം മാത്രം എന്തൊക്കെ പ്രാർത്ഥിക്കണമെന്ന് അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും പോലെ ഒന്നും പ്രാർത്ഥിക്കണ്ട. എന്തൊക്കെ പ്രാർത്ഥിക്കണം? അവിടെ പറയുന്ന പ്രാർത്ഥന, അതായത് റോമർക്ക് ലേഖനം 15 പറയുന്ന പ്രാർത്ഥന, എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് എന്തൊക്കെയാണ്? യഹൂദ്യയിലെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അവിടെ മുഴുവനും എതിർപ്പുകാരും അവിശ്വാസികളും ഒക്കെയാണ്. അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഇനി യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദകരമായി തീരണം. അത് ദൈവഹിതപ്രകാരം വിനിയോഗിക്കുവാനായിട്ട് ഇടയാകണം. പിന്നെ ഇനി അത് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മനം തണുപ്പിക്കാനായിട്ട് എനിക്ക് വീണ്ടും നിങ്ങളെ വന്ന് കാണണം, മടക്കി വരുത്തണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥിപ്പാനായിട്ട് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചില കാര്യങ്ങളോട് അതിനോട് അനുബന്ധിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ ആത്മാവിൽ ആകുക എന്ന് പറഞ്ഞാൽ കർത്താവ് ശരിക്കും പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നത്, മത്തായി സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട മനോഭാവം അവിടെ പറയുന്നു. കപടഭക്തിക്കാരെ പോലെ നിങ്ങളുടെ പ്രാർത്ഥന ആകരുത്. ആരായി കപടഭക്തിക്കാർ? അന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്ന കപടഭക്തിക്കാരാരാ? പരീശന്മാരും ശാസ്ത്രിമാരും. അവരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. അവരെക്കുറിച്ച് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവരെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പരീശന്മാരും ശാസ്ത്രിമാരുടെ ഒരു സ്വഭാവമുണ്ട്. അവർക്ക് പ്രാർത്ഥനാ സമയങ്ങളുണ്ട്, അല്ലേ? പ്രാർത്ഥനാ സമയമുണ്ട്. 5 പ്രാവശ്യമോ 3 പ്രാവശ്യമോ എത്രയാണ്, 5 പ്രാവശ്യം എന്നാണ് തോന്നുന്നത്. ഈ പ്രാർത്ഥന സമയമാകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒറ്റ ഓട്ടം, എന്തെങ്കിലും സാധനം വാങ്ങിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മാർക്കറ്റിലോട്ട് ഓടും. അപ്പോഴാണ് പ്രാർത്ഥനയുടെ സമയം.
അവിടെ നിന്നുകൊണ്ട് അവർക്കൊരു ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് പ്രാർത്ഥിക്കാൻ. ഇങ്ങനെ കൈകൾ ഇങ്ങനെ മലർത്തി പിടിക്കണം, ഇടത് കാല് ഒരു പ്രത്യേക പൊസിഷനിൽ വയ്ക്കണം, എന്നിട്ട് കണ്ണ് മേലോട്ട് പൊക്കണം, ഉയർത്തണം. ഇതാണ് അവരുടെ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ അവർ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്നും കൊണ്ട് ഈ കൈകൾ ഇങ്ങനെ മലർത്തി കാലിനേക്ക് ഇങ്ങനെ പ്രത്യേകമായിട്ട് വെച്ചുകൊണ്ട് മേലോട്ട് നോക്കി പ്രാർത്ഥിക്കും. കടന്നു പോകുന്നവരായിരിക്കും, അയ്യോ ഇവൻ എന്തൊരു ഭക്തന. എന്തിനാ അവരങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നവനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. അതാണ് അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നത്. നിങ്ങൾ പരീശന്മാരെ പോലെയും ന്യായശാസ്ത്രിമാരെ പോലെയും പ്രാർത്ഥിക്കരുത്. അവർ തെരുക്കോണുകളിലും പള്ളികളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത് എന്നല്ല പറയുന്നത്. അതുപോലെ ആകരുത്. അത് മനുഷ്യർക്ക് കേൾക്കേണ്ടതിനാണ് പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി ആണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആകരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന ബോധ്യത്തിൽ പ്രാർത്ഥിക്കണം, അല്ലേ? പ്രയർ എന്ന് പറയുന്നത് ഇങ്ങനെ പറയാറുണ്ട്, പ്രയർ ഈസ് നോട്ട് എ പ്രോഗ്രാം. ശരിയെന്നെ ഞാൻ പറഞ്ഞത്? ശരിയെന്നെ? എന്താ സൈസ് പറയാം? അതൊരു പ്രോഗ്രാം അല്ല എന്നാണ്. അതൊരു കാര്യപരിപാടിയല്ല. കാര്യപരിപാടികൾ മാത്രമല്ല, ജെയ്സൺ നല്ലൊരു പ്രോഗ്രാമറാണ്, അല്ലേ? പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് തന്നെയല്ല, പ്രോഗ്രാമറാണ്. MCA ഒക്കെ കഴിഞ്ഞ് നല്ല പ്രോഗ്രാമറാണ്, സിസ്റ്റം അനലിസ്റ്റാണ് ഇപ്പോഴത്തെ. അപ്പം ഈ പ്രോഗ്രാം ചെയ്ത് ചില കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അത് തന്നെ ചെയ്യുക. എൻ്റെ പ്രോഗ്രാം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, ഇക്വേഷൻസ് മാറ്റണം. അപ്പോൾ ചിലരുടെ പ്രാർത്ഥന പ്രോഗ്രാം പോലെ എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഇങ്ങനെ അച്ചടിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ മനസ്സിലായ? പ്രയർ ഈസ് നോട്ട് എ പ്രോഗ്രാം. രണ്ട് തരത്തിൽ. അതൊരു കാര്യപരിപാടിയല്ല, അതിങ്ങനെ ചിട്ടയായിട്ട് അടുക്കും ചിട്ടയോടും ഇങ്ങനെ രൂപപ്പെടുത്തി വെച്ച് പറയുന്ന ഒരു പ്രാർത്ഥന അല്ല. അങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. ഈ മരണ പ്രാർത്ഥന, വിവാഹ പ്രാർത്ഥന, അച്ഛന്മാരൊക്കെ ഇങ്ങനെ വിമർശിക്കല്ല കേട്ടോ, അവർക്ക് അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളത് കൊണ്ടാണ്. അതിൽ കുഴപ്പമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അത് ഒരു പ്രോഗ്രാംഡ് പ്രാർത്ഥനയാണ്. അതിനെ അങ്ങ് വായിക്കുക. അങ്ങനെ ആകരുത്. കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുവാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ തെരുക്കോണുകളിൽ നിന്ന് പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല. അത് പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്. അവർ കപടഭക്തിക്കാരാണ്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനാണ് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ തെരുക്കോണിലേക്ക് നിന്ന് പ്രാർത്ഥിച്ചോ, പക്ഷേ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥന, അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ കർത്താവ് പറയുവാനായിട്ട് ഉദ്ദേശിച്ച കാര്യം 6-ാമത്തെ അധ്യായം തന്നെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക്. അപ്പം നമ്മളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താ? വ്യക്തിപരമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ കാര്യമല്ല. വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ തെരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായിട്ട് അവർ പ്രാർത്ഥിക്കുക. മനസ്സിലായല്ലോ? ഒരുമിച്ചുള്ള പ്രാർത്ഥന വേറെ, അത് ബൈബിളിൽ വിശാലമായിട്ട് വേറെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രയർ എന്ന് പറയുന്നത് ഇത്തരത്തിലായിരിക്കണമെന്നാണ്. മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യം എന്ന് പറഞ്ഞാൽ അത് മറ്റാരും കേൾക്കണമെന്നില്ല, മറ്റാരും അറിയണമെന്നില്ല. അറിയേണ്ടവൻ മാത്രം അറിഞ്ഞാൽ മതി. അതാരാ അറിയുന്നത്? രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഉൾക്കാമ്പുകളെയും നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും ഒക്കെ ശരിക്കും അറിയുന്ന, രഹസ്യത്തിൽ കാണുന്ന, രഹസ്യത്തെ അറിയുന്ന ആ വലിയവനായ ദൈവം നമ്മുടെ ഉച്ചാരണങ്ങൾ പോലും, ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ പോലും അവൻ കേൾക്കും. അത് പറയാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ തെരുക്കോണിൽ പരീശന്മാരെ പോലെ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. രഹസ്യ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരാനായിട്ട് പറ്റുന്ന ഏറ്റവും ഉത്തമമായ മാർഗം. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ പണിയണം. വചന പഠനം, അതിലൂടെ നമ്മളെ പണിയണം. പിന്നെന്താ? രഹസ്യ പ്രാർത്ഥനയിലൂടെ നമ്മെ തന്നെ പണിയണം. സങ്കീർത്തനം 55:17 ദാവീദ് പറയുന്നുണ്ട്. എന്താ? ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന
കേൾക്കും. അവിടെ രാവിലെ തുടങ്ങിയല്ല പറയുന്നത്, വൈകുന്നേരം, അവിടെ ദിവസം ആരംഭിക്കുന്ന വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരത്തും പിന്നെ അവിടെ അങ്ങനെയാണ് പറയുക, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. സങ്കടം ബോധിപ്പിച്ച് നമ്മുടെ സങ്കടങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ പകരുവാൻ ഈ രഹസ്യ പ്രാർത്ഥനയിൽ കഴിയും. ഇൻറ്റിമസി കൂടുന്നത്, ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി വർദ്ധിക്കുന്നത് രഹസ്യ പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. അതിലൂടെ കഴിയും. അപ്പോൾ അവിടെ ദാവീദ് പറയണത് 3 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കുന്നതാണ്. ദാനിയേലിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, ദാനിയേൽ 6:10, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ എന്ന് പറഞ്ഞാൽ അവൻ അറയിൽ കിടന്നു, കിളിവാതിൽ തുറന്നു, മറ്റേ വാതിൽ അടച്ചു, യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസവും 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. വിരുദ്ധമായ പ്രാർത്ഥനയ്ക്ക് പ്രതികൂലമായ സാഹചര്യവും പ്രതികൂലമായ കാര്യങ്ങളും ഒക്കെയാണ് തൻ്റെ മുമ്പിലുള്ളത്. എന്നാലും തൻ്റെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ദാനിയേൽ ഒരിക്കലും മുടക്കം വരുത്തിയില്ല. അതുകൊണ്ടാണ് ദാനിയേലിന് തന്നെ പടുത്തുയർത്തുവാൻ അവന് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഏതൊരു യഥാർത്ഥ ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തുറന്നിരിക്കുന്നവനാണ് കർത്താവ്. മത്തായി 15:7-8 കപടഭക്തിക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ വ്യർത്ഥമാക്കി തീരരുത്. ഇനി അവിടെ 6-ാം അധ്യായത്തിൽ തന്നെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം. ഒന്ന്, കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. പിന്നെ രണ്ടാമത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജൽപ്പനം അറിയോ? പിടികിട്ടിയില്ല, അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. ജൽപ്പനം, വെയിൻ റെപ്പിറ്റേഷൻ, അതാണ് ജൽപ്പനം. ഇപ്പം മനസ്സിലായോ ജെറമിക്ക്? പ്രയോജനമില്ല, ചുമ്മാ ഇങ്ങനെ ആവർത്തിച്ച് പറയുക. ഈ ചാൻഡിങ്, ആവർത്തിച്ച് ഇങ്ങനെ മന്ത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, അതാണ് ജൽപ്പനം എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് എന്താകാനായിട്ട് പാടില്ല? കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. ഹൃദയത്തിൽ നിന്നും അല്ലാതെ അധരങ്ങൾ കൊണ്ട് പറയുന്നതും ജൽപ്പനമാണ്. ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് ഉരുവിടുന്നതും പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെ ചടങ്ങായിട്ട് കണക്കാക്കി പ്രാർത്ഥിക്കുന്നത് ജൽപ്പനമാണ്. എന്നാൽ നമ്മളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഹൃദയാംഗമായി സ്തോത്രത്തോടുകൂടെ പിതാവിനോട് നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ ദൈവഹിതപ്രകാരം അറിയിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന. ഞാൻ പറഞ്ഞല്ലോ, ജൽപ്പനവും യഥാർത്ഥ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ബാല്യൻ്റെ ശിഷ്യന്മാരുടെ പ്രാർത്ഥനയും ഏലിയാവിൻ്റെ പ്രാർത്ഥനയും നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. അത് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഈ ജൽപ്പനം അല്ലാതെ നമ്മളെ പ്രാർത്ഥനയിൽ ഈ അഹങ്കാരത്തോടുകൂടെ നിഗളത്തോടുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് പാടില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം കർത്താവ് പറഞ്ഞ ഒരു ഉപമ തന്നെയാണ്. ലൂക്കോസ് ചെറിയ സുവിശേഷം 18-ാമത്തെ അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. ലൂക്കോസ് ചെറിയ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 2 പേരുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ പറയുന്നുണ്ട്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന വളരെ താഴ്മയോടുകൂടി ആയിരിക്കണം. അവിടെ പറയുന്നത് 2 പേര് പ്രാർത്ഥനയാണ് ഇല്ലേ, 2 പേരുടെ പ്രാർത്ഥനയാണ്. അത് ഒരാളിൻ്റെ പ്രാർത്ഥന മറ്റുള്ളവരെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ 2 മനുഷ്യൻ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. ഇതോടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. പരീശൻ എന്ത് ചെയ്യാണ്? തന്നെ നീതീകരിച്ച്, അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം അതാണ്, തന്നെ നീതീകരിച്ച് ആരോടെ പ്രാർത്ഥിച്ചേ? തന്നോട് തന്നെ പ്രാർത്ഥിച്ചു. ഇത് അഹങ്കാരത്തിൻ്റെ പ്രാർത്ഥനയാണ്. അത് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അത് ദൈവത്തിന് കേൾക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്. ദൈവമേ, ഞാൻ പിടിച്ചുപറിക്കാരനല്ല, നീതികെട്ടവനല്ല, വ്യഭിചാരിയല്ല, മറ്റുള്ളവരെ പോലെ പാപിയല്ല, ഈ ചുങ്കക്കാരനെ പോലെയും അല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഞാൻ എന്തൊക്കെയോ ആണ്.
ഞാൻ എന്തൊക്കെയാണ്, ഞാൻ യോഗ്യനാണ്, ഞാൻ പ്രാർത്ഥിക്കാൻ യോഗ്യനാ, ഞാൻ ചോദിക്കുന്നതൊക്കെ അങ്ങ് തരേണ്ടതാണ്, കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാ, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ. ഇതൊരിക്കലും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മനോഭാവം പാടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്താതെ തന്നെ ഉയർത്തുന്ന പ്രാർത്ഥനകൾ പാടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെയാണ്, മാത്രമല്ല ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. രണ്ട് പ്രാവശ്യം ഉപവസിക്കുന്നു, പിന്നെ നേടുന്നതിലൊക്കെയും പതാരം ഞാൻ നേടും, ദൈവം തരുന്നതെന്നല്ല, ഞാൻ നേടുന്നതിലൊക്കെയും പതാരം തരുന്നു, ദശാംശം തരുന്നു, ഇങ്ങനെയുള്ള പ്രാർത്ഥന. എന്നാൽ മറ്റേ പ്രാർത്ഥനയോ, അതിനെക്കുറിച്ച് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത് എന്താണ്? വളരെ ഭയത്തോടുകൂടെ, വിറയലോടുകൂടെ, ദൈവത്തിൻ്റെ ഔന്നിത്യവും അവൻ്റെ അധമമായ അവസ്ഥയും അവൻ്റെ വളരെ അപ്രമേയമായ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ ദൈവാലയത്തിൻ്റെ അടുക്കൽ പോലും പോകുന്നില്ല. ദൂരത്ത് നിന്നുകൊണ്ട് ദൈവസന്നിധിയോട് അടുക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്നാണ് അവൻ അത് വെളിപ്പെടുത്തുന്നത്. അവൻ ദൈവാലയത്തിൻ്റെ അടുക്കൽ പോകുന്നില്ല. അവൻ പറയും അത് ദൈവത്തിൻ്റെ അടുക്കൽ പോകുവാൻ പോലും ഞാൻ യോഗ്യനല്ല. സ്വർഗത്തേക്ക് നോക്കുവാൻ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്, അല്ലേ? സ്വർഗത്തേക്ക് നോക്കുവാൻ ഭയപ്പെട്ടു, കാരണം ഞാൻ ചെളിക്കുണ്ടിലാണ്, ഏറ്റവും താണ അവസ്ഥയിലാണെന്നുള്ളത് ദൈവമുമ്പാകെ സമ്മതിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇതായിരുന്നു ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന മനസ്സ്, അത് ദൈവമേ നീ നിരസിക്കുകയില്ല. ഇവിടെ അനുഗ്രഹം പ്രാപിച്ചവനായിട്ട് പോയതാരാ? ചുങ്കക്കാരൻ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മെ തന്നെ പണിയേണ്ട ആവശ്യം, നമുക്ക് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു വന്നാൽ. 2 കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ഒന്ന്, നമ്മൾ നമ്മെ തന്നെ പണിയണം. എങ്ങനെ പണിയണം? ഒന്ന്, വചനത്താൽ പണിയണം. രണ്ടാമത്, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ പണിയണം. ഇനി പണിയേണ്ട കാര്യം അവിടെ പറയുന്നത്, നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ നമ്മെ പണിയണം. ദൈവാനുവദിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചിന്തിക്കാം. നമ്മുടെ ആത്മീകമായ വളർച്ച, നമ്മളെ ആത്മീക ജീവിതത്തിൻ്റെ പടുത്തുയർത്തുന്നത്, കെട്ടിപ്പടുക്കുന്നത് അത് വചനത്താലാണെങ്കിൽ അത് പാറമേൽ പണിത വീട് പോലെ ആയിരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ അത് ആത്മാവിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവ് റെക്കമെൻഡേഷൻ ചെയ്യും. ദൈവം കർത്താവായ യേശു ക്രിസ്തു അത് പിതാവിനോട് അപേക്ഷിച്ച്, എൻ്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരും എന്നുള്ള ആ വാഗ്ദത്തം നിറവേറ്റപ്പെടുവാനായിട്ട് കഴിയും. ദൈവം സഹായിക്കട്ടെ. നമുക്ക് നമ്മെ തന്നെ പണിയാം. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി, ഈ വിശുദ്ധ വിശ്വാസത്തെ മാറ്റിവെച്ചിട്ട് നമുക്ക് ഒരു കാര്യവും നേടണ്ട. ഈ വിശ്വാസത്തിന് അടുത്തു വരാത്ത, അതിൽ പെടാത്ത ഒരു കാര്യവും നമുക്ക് വേണ്ട. അതിനെ ആധാരമാക്കി നമ്മെ തന്നെ പണിയാം, വചനത്താൽ പണിയാം, ആത്മാവിൽ പ്രാർത്ഥിച്ച് പണിയാം. അടുത്ത് നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൂടെ പറയുമ്പോൾ അതാവും. ഇനി അത് നമ്മെ തന്നെ പണിയുന്നതാവും. പിന്നെ സഭയെ പണിയുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ പണിയേണ്ട ആവശ്യമുണ്ട്. അത് വിശ്വാസത്തിന് വേണ്ടി പോരാട്ടത്തിൽ വരുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.